സാധാരണ ഓംലെറ്റ് എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഈ രീതിയിലൊന്നും മസാല കറിയാക്കി മാറ്റിയാൽ രുചി വേറെ ലെവലാണ്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒരുപോലെ പൊളിയായി ഈ ഓംലെറ്റ് മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് കണ്ടാലോ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് ഓംലെറ്റിന് വേണ്ട ചേരുവകളായിട്ടുള്ള കുറച്ച് ഉപ്പ് വേണം, ചില്ലി ഫ്ലേക്സ് വേണം, ഒരു 2 ടീസ്പൂൺ സവാള അരിഞ്ഞത് വേണം, തക്കാളി അരിഞ്ഞത് വേണം, പച്ചമുളക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് വേണം കേട്ടോ. പിന്നെ നമുക്ക് 4 മുട്ടയാണ്. നമ്മൾ 4 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള 4 ബൗൾ എടുക്കണം. ഈ 4 ബൗൾ എടുക്കുന്നത് 4 മുട്ട ഒഴിച്ചിട്ട് ഓംലേറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള 4 ബൗളാണ് കേട്ടോ. ഈ ബൗൾ എടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ട് തടവി കൊടുക്കണം കേട്ടോ. 4 എണ്ണത്തിലും ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ടിങ് കൊടുക്കണം. എന്നാലേ നമുക്ക് മുട്ട വിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തടവി കൊടുത്തോളും. അതിനുശേഷം നമുക്ക് ഓരോരോ മുട്ടയായിട്ട് ഇതിലേക്ക് ഒഴിക്കാം. നമ്മൾ ഓരോ ബൗളിലും ഓരോ മുട്ടയായിട്ട് ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ. അതിനാണ് നമ്മൾ 4 മുട്ടയും 4 ബൗളായിട്ട് വെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാമേ. ഉപ്പ് 4ലേക്ക് നന്നായിട്ട് ഇങ്ങനെ തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ. വെള്ളം തിളച്ച് വന്ന ശേഷം നമ്മൾ നേരത്തെ മുട്ടയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബൗൾസായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി വെക്കാം കേട്ടോ. വെള്ളം അധികം വേണ്ട. നമുക്കൊരു ആ ബൗളിൻ്റെ ഒരു അരഭാഗം കാഭാഗം മതി കേട്ടോ വെള്ളം. അപ്പോൾ ഇതിൽ ആവി വന്നിട്ടാണ് നമ്മൾ ഓംലേറ്റ് ആയിട്ട് മാറുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്താനുണ്ട്. അതായത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, അതെല്ലാം, പച്ചമുളക്, അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ്, ഇതെല്ലാം നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാള എല്ലാത്തിലും ഈക്വലായിട്ട് ഇങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചൊരു 2 ടീസ്പൂണാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. അത്രയും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയും ഒരു തക്കാളി ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിതായിട്ടല്ല അരിഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത പ്രോസസ്സിന് ഒരു 2 തക്കാളി ആവശ്യമുണ്ട്, ഒരു വലിയ സവാള ആവശ്യമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാവേ. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് അധികം ഒന്നിൽ ഞാൻ കുറച്ച് കുറച്ചിട്ടായിട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ എരിവ് നിങ്ങളുടെ പാകത്തിന് നല്ല എരിവുള്ള മുളകാണെങ്കിൽ പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ ഇനി ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഇപ്പോൾ തന്നെ നല്ല കളർ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ. അങ്ങനെ നമ്മുടെ ഓംലേറ്റിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫസ്റ്റ് സ്റ്റേജാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഓംലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓംലേറ്റ് മസാലയ്ക്കുള്ള ഓംലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി അല്ലേ ഇത്. ആവിയിൽ വേവിച്ചെടുത്ത നല്ല ഭംഗിയുള്ള ഓംലേറ്റും പിന്നെ കുറച്ച് മസാലയും കൂടെ ചേർന്ന ഒരു അടിപൊളി ഓംലേറ്റ് മസാല. ഇനി അടുത്തത് നമ്മൾ മസാലയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു വലിയ സവാള, ഒരു 2 മീഡിയം സൈസ് തക്കാളി, ഒരു 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ മതി കേട്ടോ. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞു വെച്ച നേരം കൊണ്ട് നമ്മുടെ 5 മിനിറ്റിൽ നമ്മുടെ ഓംലേറ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആവിയിൽ. അപ്പോൾ നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ഉള്ളിൽ കുത്തി വെക്കുകയാണ്. കാരണം നമ്മുടെ മഞ്ഞൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് അറിയാൻ. അപ്പോൾ എല്ലാം ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ നമ്മൾ അതേ പാനിൽ തന്നെ അതെല്ലാം റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ഒരു പാൻ എടുത്തിട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. ആ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഓംലേറ്റ് അപ്പോൾ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെറിയ ജീരകം ഒന്ന് ചൂടാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 3 പച്ചമുളക്. ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ 3 എണ്ണം ആക്കി മാറ്റിയത്. നിങ്ങൾക്ക് സ്പൈസി കൂടുതലാവണമെങ്കിൽ കുറച്ചുകൂടെ പച്ചമുളക് ആഡ് ചെയ്തോളൂ. ഞാൻ 3 എണ്ണം ഇട്ടിട്ടുള്ളൂ. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഇതിട്ടിട്ട് തന്നെ കുറച്ച് എരിവുണ്ട്. അപ്പോൾ അതിന് അടുത്തത് നമുക്ക് ഒരു സവാള അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് ഒരു ചെറിയ ബ്രൗണിഷ് ആവണ വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ സവാള വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലേശം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊരു ചെറിയ ബ്രൗണിഷ് ആവുന്ന വരെ വഴണ്ടി വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരുന്ന് വഴണ്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്തൊരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാമേ. അപ്പം നമ്മുടെ 4 ഓംലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ കാണാൻ തന്നെ. ഇനി അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാലയിലേക്ക്
ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഉള്ളത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാമേ. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്നൊരു 2 സെക്കൻഡ് ആ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ചെറിയ 2 തക്കാളി അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിച്ച് വരട്ടെ. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. എരിവ് കൂടുതലാവണ്ടെന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് നല്ല സ്പൈസി ആണെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ. അതുപോലെ മുളകിൻ്റെ എണ്ണം കുറയ്ക്കണം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി തന്നെയാണ് കേട്ടോ. ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി, മുട്ട കൊണ്ട് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കൊരു സീക്രട്ട് വെറൈറ്റി ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുണ്ട്. അതാണ് നമ്മുടെ തൈര്. 3 ടീസ്പൂൺ തൈരാണ് നമ്മളിനി ഇതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഈ തൈര് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിലുള്ള എരിവെല്ലാം ബാലൻസ് ആയിട്ട് പോകും. അപ്പോൾ തൈരിൻ്റെ ചെറിയൊരു പുളിയും അതുപോലെ തന്നെ എരിവും എല്ലാം കൂടെ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ തൈരൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം കൂട്ടാം കേട്ടോ. ഞാൻ ആദ്യം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1/2 ഗ്ലാസും കൂടെ, അങ്ങനെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മുട്ട, അതായത് നമ്മുടെ നേരത്തെ ആവിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഓംലേറ്റ് ഓരോന്നായിട്ട് നമുക്ക് നിരത്തി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലെ ഗ്രേവി എല്ലാം മസാല എല്ലാം നമ്മുടെ ഓംലേറ്റിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേവി എടുത്ത് അതിൽ മിക്സ് ചെയ്ത് വെക്കാമേ. ചെറുതായിട്ട് തവി കൊണ്ട് ഇങ്ങനെ ഗ്രേവി എല്ലാം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ ഓംലേറ്റ് പൊട്ടാതെ സൂക്ഷിച്ച് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 സെക്കൻഡിൽ തന്നെ നമുക്ക് ഈ മസാല എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഓംലേറ്റ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ 2 സെക്കൻഡ് ഒന്ന് തീയിൽ വെച്ച ശേഷം നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇങ്ങനെ തൂവി കൊടുക്കാം കേട്ടോ. അതായത് അടിപൊളി ഫ്ലേവർ തരുന്ന സാധനമാണ് നമ്മുടെ മല്ലിയില. അപ്പോൾ അതും കൂടി നന്നായിട്ട് തൂവി വെച്ച ശേഷം നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊരു നമ്മൾ കഴിക്കണ നേരത്തെ എടുക്കണത് വരെ ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവർ എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ, അതായത് ഓംലെറ്റ് മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതുപോലെയൊക്കെ ഒന്ന് മുട്ട ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എപ്പോഴും മുട്ടക്കറിയും മുട്ട റോസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്കൊരു നല്ല ബൗളിലേക്ക് നമുക്കിത് സെർവ് ചെയ്ത് നല്ല ഗാർണിഷ് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഈ മല്ലിയില അധികമായിട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ കഴിക്കണ നേരത്തെ ഈ മല്ലിയിലൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റിയാൽ മതി കേട്ടോ. പക്ഷേ നല്ലൊരു ഫ്ലേവർ കിട്ടേ. അപ്പോൾ നമ്മൾ സെർവിങ് ഡിഷിൽ അടിപൊളിയായിട്ട് നമ്മുടെ ഓംലെറ്റ് മസാല സെർവ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെ അടിപൊളി കോംബോയാണ്. ചോറ്, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ രുചിച്ച് പോകുന്ന ഒരു പൊള്ളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഐറ്റം ട്രൈ ചെയ്ത് നോക്കൂ. മുട്ട ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കറി, അതായത് നമ്മുടെ ഓംലെറ്റ് മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മെസ്സേജിലൂടെ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക്